Good morning. Today we can discuss about waves. നമ്മളിപ്പോൾ ഓഷനിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജ്ജ രൂപങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ടൈഡൽ പവർ പ്ലാന്റിനെ കുറിച്ചും ഒട്ടക്കിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. Today we are going to the third form of energy which can be derived from or which can be converted to useful form of energy, and that is the waves. തിരമാലകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഈ തിരമാലകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം സർഫസ് വിൻഡ് ടു ദ സീ. അതായത് കടലിന് മുകളിലൂടെ പോകുന്ന കാറ്റിൽ നിന്നുള്ള ഊർജം എവിടേക്ക് കടലിലേക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ കടലിലെ സർഫസിലെ വാട്ടറിലേക്ക് കിട്ടുമ്പോഴാണ് വേവ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കാറ്റാണ് വിൻഡ് അല്ലെങ്കിൽ കാറ്റ് സമുദ്രത്തിൻ്റെ സർഫസിൽ കൂടി പോകുന്ന കാറ്റ് സമുദ്രത്തിലെ ജലത്തിൽ ചെന്ന് തട്ടുമ്പോൾ എന്തുണ്ടാകുന്നു? വേവ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ തിരമാലകൾ ഉണ്ടാകുന്നു. ഹിയർ ദ എനർജി ഈസ് മോർ കോൺസെൻട്രേറ്റഡ് ദാൻ ദ സോളാർ ആൻഡ് വിൻഡ് എനർജി. ഈ സോളാർ എനർജി എന്ന് പറയുന്നത് കുറേ സ്ഥലത്തുനിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ സോളാർ എനർജി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് വളരെ കുറച്ചായിരിക്കും എന്തുണ്ടാവുക, സോളാർ എനർജിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന എനർജി ഉണ്ടാവുക. അതുപോലെ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്ഥലത്ത് കുറച്ച് എനർജി ആയിരിക്കും കിട്ടുക. പക്ഷെ ഇവിടെ നമ്മുടെ വേവ് എന്ന് പറയുന്നതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കോൺസെൻട്രേറ്റഡ് ആണെന്ന് പറയാനുള്ള കാരണം സമുദ്രത്തിൻ്റെ ഉൾക്കടലിൽ നിന്ന് വരുമ്പോൾ തന്നെ കുറച്ച് കാറ്റ് വരുന്നു. ആ കാറ്റ് എന്ന് പറയുന്നത് എവിടേക്ക് കയറുന്നു? വാട്ടറിലേക്ക് കയറുന്നു. അപ്പോൾ ആ വാട്ടറിൽ കുറച്ച് എനർജി കിട്ടുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വേവ് എന്ന് പറയുന്നത് എവിടെ എത്തുമ്പോൾ നമ്മുടെ തീരത്തോട് അടുക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല എനർജി ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് സോളാർ എനർജിയിൽ നിന്നും അതല്ല വിൻഡ് എനർജിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എനർജി കുറച്ച് സമയത്ത് നിന്ന് അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഈ വേവ് എനർജിയുടെ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഹിയർ how the waves are forming, it is causing by the transfer of energy from surface wind to the sea, and here the energy is more concentrated than solar energy and wind energy, so the device can produce higher power density than solar energy and wind energy. അപ്പോൾ വേവിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോളാർ എനർജി ഡിവൈസിനേക്കാളും അല്ലെങ്കിൽ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിനേക്കാളും കൂടുതൽ എന്ത് കിട്ടും? പവർ ഡെൻസിറ്റി, അല്ലെങ്കിൽ കുറച്ച് സമയം തന്നെ ഒരുപാട് പവർ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ now we are going to study about the wave energy conversion device. അപ്പോൾ വേവ് എനർജിയെ എങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഊർജ്ജ രൂപമാക്കി കൺവേർട്ട് ചെയ്യാം എന്നാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹിയർ വേവ് എനർജി മീൻസ് വേവ് മൂവ് ചെയ്യുന്നു. അപ്പോൾ വേവ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് മോഷൻ മൂലം ഉണ്ടാകുന്ന എനർജിയാണ്. സോ ദോസ് ടൈപ്സ് ഓഫ് എനർജി ഈസ് നെയിംഡ് ആസ് മെക്കാനിക്കൽ എനർജി. സോ ഹിയർ ദ മെക്കാനിക്കൽ എനർജി ഇൻ വേവ് ടേക്ക് ഡിഫറെൻറ്റ് ഫോം. രണ്ട് തരത്തിലാണ് ഈ വേവിൽ നിന്ന് നമുക്ക് മെക്കാനിക്കൽ എനർജി ഉണ്ടാവുക, അല്ലെങ്കിൽ വേവിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള എനർജി ഉണ്ടാവും എന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് ഡ്യൂ ടു ദ ഫോർവേഡ് മോഷൻ ഓഫ് വേവ്. വേവ് മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ ആ മുന്നോട്ട് മൂവ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ആ മോഷൻ കൊണ്ട് നമുക്കൊരു എന്ത് കിട്ടും? ഒരു മെക്കാനിക്കൽ എനർജി കിട്ടും. സോ ദ വൺ ഫോം ഓഫ് എനർജി ദാറ്റ് ഈസ് ഇൻ ദ വേവ് ഈസ് ഡ്യൂ ടു ദ ഫോർവേഡ് മോഷൻ ഓഫ് വേവ്. വേവ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നു. തിരമാല മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൈനറ്റിക് എനർജി, ആ കൈനറ്റിക് എനർജി വേവിൽ ഉണ്ടാവും. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു റേസ്ഡ് വാട്ടർ അറ്റ് ദ വേവ് ക്രസ്റ്റ്. അപ്പോൾ വേവ് ഉണ്ടാകുമ്പോൾ, വേവ് ക്രസ്റ്റ് എന്ന് വെച്ചാൽ വേവിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ വേവ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? വെള്ളം കുറച്ച് മുകളിലോട്ട് പോകും. അപ്പോൾ ഈ വേവ് ക്രസ്റ്റിൽ വെള്ളം, അതായത് നമുക്ക് നോക്കാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വേവിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ നോക്കാം എന്താണ്, കുറച്ച് പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വാട്ടർ എന്ത് ചെയ്യുന്നു? വേവിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യുന്നു? വാട്ടറിൽ വേവ് ക്രസ്റ്റിൽ വാട്ടർ കുറച്ച് മുകളിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഹൈറ്റ് കൂടുന്നത് മൂലം, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഹൈറ്റ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെ രണ്ട് തരത്തിലുള്ള എനർജിയാണ് നമുക്ക് വേവിൽ ഉണ്ടാവുക എന്ന് പറയാം. സോ ഫസ്റ്റ് വൺ ഈസ് ദ കൈനറ്റിക് എനർജി ഡ്യൂ ടു ദ ഫോർവേഡ് മോഷൻ ഓഫ് വേവ്, അണ്ടർ വൺ ഈസ് ഡ്യൂ ടു ദ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ദ റേസ്ഡ് വാട്ടർ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ ഉള്ള എനർജി ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ വേവ് എനർജി കൺവേർഷൻ ഡിവൈസസിനെ കുറിച്ചാണ്. ഒരു 3 തരം കൺവേർഷൻ ഡിവൈസസിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റുകളിൽ മാക്സിമം 3 എണ്ണൊക്കെ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. 3 എളുപ്പമാണ്. ഫസ്റ്റ് വൺ ഈസ് വേവ് എനർജി കൺവേർഷൻ ബൈ ഫ്ലോട്ട്സ്. ഇതാണ് ആ ചിത്രം. നമ്മളൊന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇതിലേക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് യൂസിങ് ദ വെർട്ടിക്കൽ മോഷൻ ഓഫ് വാട്ടർ. യു നോ ദാറ്റ് ഹിയർ ഇൻ ദ വേവ്
Two forms of energies are available. One is from the mechanical energy of forward motion of water. Next one is due to the raising of water. അപ്പോൾ ഈ വേവ് എനർജി കൺവേർഷൻ ബൈ ഫ്ലോട്ട്സ് എന്താണ് ചെയ്യുന്നത്? ദാറ്റ് മേക്ക് ദ യൂസ് ഓഫ് വെർട്ടിക്കൽ മോഷൻ ഓഫ് വാട്ടർ. വാട്ടർ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് ഇത് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള എനർജി രൂപമായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് സ്ക്വയർ ഫ്ലോട്ട്സ് മൂവ് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് വാട്ടർ. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു സ്ക്വയർ ഫ്ലോട്ട് ഈ കാണുന്ന ഇതാണ് സ്ക്വയർ ഫ്ലോട്ട് എന്ന് പറയുന്നത്. സിലിണ്ടറിക്കൽ ഫ്ലോട്ട് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ രൂപത്തിലാണ്. അതിനെയാണ് നമ്മൾ സ്ക്വയർ ഫ്ലോട്ട് എന്ന് പറയുന്നത്. അത് വേവ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ സ്ക്വയർ ഫ്ലോട്ട് മുകളിലേക്ക് പോകും, വേവ് താഴേക്ക് പോകുമ്പോൾ സ്ക്വയർ ഫ്ലോട്ട് താഴേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഫ്ലോട്ട് ഈസ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴെ 4 എണ്ണം ഉണ്ട്, 4, 5, 6 ഒക്കെ വരാറുണ്ട്. അതിൻ്റെ താഴെ ഇവിടത്തെ നമ്മൾ നോക്കുമ്പോൾ 3 എണ്ണമാണ് കാണുന്നത്. താഴെ നിന്ന് നോക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പറയുക ബൊയോൺസി ഓർ എയർ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുക. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 4 large underwater flotation tanks stabilize the platform which support by buoyancy force and no vertical and horizontal displacement occur for it due to the wave motion. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മുകളിലുള്ള ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ക്വയർ ഫ്ലോട്ട് എന്ന് പറയുന്നത് മുകളിലോട്ടും താഴോട്ടും വേവിൻ്റെ മോഷൻ അനുസരിച്ച് മൂവ് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യില്ല. അതെന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബൊയോൺസി ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് പഠിച്ചിട്ടുണ്ടാവും. ബൊയോൺസി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ മുകളിലേക്കൊരു തള്ളൽ വരും. ആ തള്ളലിൻ്റെ ഫോഴ്സിനെയാണ് നമ്മൾ ബൊയോൺസി ഫോഴ്സ് എന്നൊക്കെ പറയുക. അങ്ങനെ ആ ബൊയോൺസി ഫോഴ്സിൻ്റെ സീ വാട്ടറിലുള്ള ബൊയോൺസി ഫോഴ്സിൻ്റെ ഒരു മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതൊന്ന് ഒരു ന്യൂട്രലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഈ ടാങ്ക് മുകളിലോട്ടും താഴോട്ടും പൊന്തില്ല. So the storage tank will be in the stabilized state. ഈ സ്റ്റോറേജ് ടാങ്ക് വേവ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ചെയ്യില്ല. സ്റ്റോറേജ് ടാങ്ക് എന്ത് ചെയ്യും? അവിടെ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കും. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്? ദിസ് പിസ്റ്റൺ വിൽ മൂവ് അപ്പ് ആൻഡ് ഡൗൺ. നമുക്കൊന്നും കൂടി നോക്കാം. സോ ഹിയർ ദ വേവ് എനർജി കൺവേർഷൻ ഫ്ലോട്ടിൽ ഇറ്റ് ഈസ് യൂസ് ദ വെർട്ടിക്കൽ മോഷൻ ഓഫ് വാട്ടർ ആൻഡ് എ സ്ക്വയർ ഫ്ലോട്ട് ഈസ് ദർ ആൻഡ് ദാറ്റ് സ്ക്വയർ ഫ്ലോട്ട് വിൽ മൂവ് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് വാട്ടർ or with wave, but a flotation tank will be there and which will not move up and down. And we know that a piston is attached to the float and cylinder is attached to the stationary platform. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് നമ്മുടെ ആ ഫ്ലോട്ടിൻ്റെ തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റൻ്റെ മുകളിൽ ഒരു സിലിണ്ടർ ഉണ്ട്. ദിസ് പിസ്റ്റൺ ഈസ് അറ്റാച്ച് ടു ദ ഫ്ലോട്ട്. ഈ പിസ്റ്റൺ എന്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഫ്ലോട്ടിലായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ അതിന് മുകളിൽ ഒരു സിലിണ്ടർ ഉണ്ട്. ഈ സിലിണ്ടർ എങ്ങോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അത് കണ്ടില്ലേ? ആ സിലിണ്ടർ ഈസ് അറ്റാച്ച് ടു ദ സിലിണ്ടറിലെ റൈറ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന ഒരു കമ്പി വരച്ചിട്ടുണ്ട്. ആ കമ്പി എന്ന് പറയുന്നത് എന്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ സ്റ്റോറേജ് ടാങ്കിന്റെ ആ ഭാഗത്തേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഒരു 4 കമ്പിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ആ കമ്പിയിലേക്കാണ് നമ്മുടെ സിലിണ്ടർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ദി സിലിണ്ടർ ഈസ് അറ്റാച്ച് ടു ദ സ്റ്റോറേജ് ടാങ്ക് ആൻഡ് ദ പിസ്റ്റൺ ഈസ് അറ്റാച്ച് ടു ദ ഫ്ലോട്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ we know that the float is moving up and down related to the motion of water. വാട്ടറിന്റെ മോഷൻ അനുസരിച്ച് ഫ്ലോട്ട് മുകളിലേക്കും താഴോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് ദ സ്റ്റോറേജ് ടാങ്ക് ഈസ് നോട്ട് മൂവിങ്, അല്ലേ? അപ്പോൾ സ്റ്റോറേജ് ടാങ്ക് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? സ്റ്റോറേജ് ടാങ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സിലിണ്ടർ മൂവ് ചെയ്യില്ല. പക്ഷേ ഫ്ലോട്ടുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന പിസ്റ്റൺ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹിയർ സിൻസ് ദ പിസ്റ്റൺ ഈസ് അറ്റാച്ച് ടു ദ ഫ്ലോട്ട്, the piston will move up and down but the cylinder is attached to the stationary platform, so the cylinder will not move. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ രസകരമായ പരിപാടിയാണ്. എന്താ സംഭവിക്കുക? ഇവിടെ സിലിണ്ടർ അവിടെ വെറുതെ നിൽക്കുന്നു, പിസ്റ്റൺ എന്ന് പറയുന്നത് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്താ സംഭവിക്കാമെന്ന് ആലോചിക്കാം. അപ്പോൾ ആദ്യം എന്താ സംഭവിക്കുന്നത്? ദ ഡൗൺവേർഡ് മോഷൻ ഓഫ് പിസ്റ്റൺ ഡ്രോസ് എയർ ഇൻ ടു ദ സിലിണ്ടർ ത്രൂ ദ ഇൻലെറ്റ് വാൾവ്. അപ്പോൾ ഇവിടെ ഒരു സാധനമുണ്ട്, ഇതിനെയാണ് നമ്മൾ ഇൻലെറ്റ് വാൾവ് എന്ന് പറയുക. അപ്പോൾ ഇൻലെറ്റ് വാൾവിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഡൗൺവേർഡ് മോഷൻ ഓഫ് പിസ്റ്റൺ, അതായത് പിസ്റ്റൺ വേവ് താഴെ പോകുന്ന സമയത്ത് താഴേക്കായിരിക്കും ആ പിസ്റ്റൺ മൂവ് ചെയ്യുക. അപ്പോൾ താഴേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിലേക്ക് ആ സിലിണ്ടറിലേക്ക് മുകളിലൊരു ഇൻലെറ്റ് വാൾവ് എന്ന് ഞാൻ അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ? ആ ഇൻലെറ്റ് വാൾവിലൂടെ, അതായത് പിസ്റ്റൺ താഴേക്ക് പോകാന്ന് പറയുന്നത് സിലിണ്ടറിന് താഴേക്ക് പിസ്റ്റൺ പോകുന്നു. അപ്പോൾ സിലിണ്ടറിന്റെ ഉൾഭാഗത്ത് കുറച്ചധികം സ്പേസ് ഉണ്ടാകുന്നു. ആ സ്പേസിലേക്ക് എന്ത് കയറുന്നു? നമ്മുടെ എന്ത് കയറുന്നു? എയർ കയറുന്നു.
അതിനുശേഷം ഈ പിസ്റ്റൺ മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? പിസ്റ്റൺ മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തന്നെ അതിന്റെ ഉള്ളിലുള്ള ആ എയറിന്റെ മുകളിലേക്ക് ഒരു അപ്വേർഡ് പ്രഷർ, അതായത് എയർ എന്ത് ചെയ്യുന്നു, ഒന്ന് കംപ്രസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡ്യൂറിംഗ് ദ അപ്വേർഡ് മോഷൻ ഓഫ് പിസ്റ്റൺ ദ എയർ ഇൻസൈഡ് ദാറ്റ് സിലിണ്ടർ വിൽ ഗെറ്റ് കംപ്രസ്ഡ് ആൻഡ് ദ കംപ്രസ്ഡ് എയർ ഈസ് സപ്ലൈഡ് ടു ദ അണ്ടർ വാട്ടർ ഫ്ലോട്ടേഷൻ ടാങ്ക് വിച്ച് വിൽ ആക്ട് ആസ് ദ സ്റ്റോറേജ് ടാങ്ക്. അപ്പോൾ ഈ എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? വീണ്ടും തിരിച്ച് ഏതിലേക്ക് തന്നെ വരും? ഈ ഒരു അണ്ടർ വാട്ടർ ടാങ്ക് ഉണ്ടാവും. ആ ടാങ്കിന്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഫ്ലോട്ടേഷൻ ടാങ്ക് തന്നെയായിരിക്കാം. ഈ ടാങ്കിലേക്ക് എന്ത് ചെയ്യും? ഈ എയർ, ഈ കംപ്രസ്ഡ് എയർ അതിന്റെ ഉള്ളിലേക്ക് പോകും. ആൻഡ് ദ എയർ ടർബൈൻ റൺ ബൈ ദ കംപ്രസ്ഡ് എയർ ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റോറേജ് ടാങ്ക് വിച്ച് വിൽ ജനറേറ്റ് ദ ഇലക്ട്രിസിറ്റി. അപ്പൊ ഈ സ്റ്റോറേജ് ടാങ്കിനുള്ളിൽ ഇപ്പം എന്തുണ്ട്? നല്ല കംപ്രസ്ഡ് എയർ ഉണ്ട്. അപ്പൊ ഈ നല്ല കംപ്രസ്ഡ് എയർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ഈ കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ ഈ സ്റ്റോറേജ് ടാങ്ക് എന്തുമായിട്ട് ഒരു ടർബൈനോ ഒരു എയർ ടർബൈനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ കംപ്രസ്ഡ് എയർ പോകുമ്പോൾ ആ എയർ ടർബൈൻ കറങ്ങും. ഈ എയർ ടർബൈൻ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും? ജനറേറ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഫ്രം ദാറ്റ് ജനറേറ്റർ വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ഇതിന്റെ വർക്കിംഗ് ഒന്നുകൂടി പറയുന്നു. ഇവിടെ എന്ന് പറയുന്നത് ഫ്ലോട്ടേഷൻ ടാങ്ക് ഉണ്ട്. ഫ്ലോട്ടേഷൻ ടാങ്ക് സ്റ്റെബിലൈസ്ഡ് ആണ്, അത് മൂവ് ചെയ്യില്ല. അതിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു സിലിണ്ടറിക്കൽ ഫ്ലോട്ട് ഉണ്ട്. ദാറ്റ് ഫ്ലോട്ട് ഈസ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് എ പിസ്റ്റൺ ഈസ് അറ്റാച്ച്ഡ് ടു ദ ഫ്ലോട്ട്. അപ്പോൾ ഈ പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും അക്കോർഡിംഗ് ടു ദ മോഷൻ ഓഫ് വാട്ടർ. ആൻഡ് സിലിണ്ടർ ഈസ് ദർ. സിലിണ്ടർ ഈസ് അറ്റാച്ച് ടു ദ ഫ്ലോട്ടേഷൻ ടാങ്ക്. ഫ്ലോട്ടേഷൻ ടാങ്കുമായിട്ടാണ് സിലിണ്ടർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിലിണ്ടർ എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല. സോ ഡ്യൂറിംഗ് ദ മോഷൻ ഓഫ് വാട്ടർ എന്ത് സംഭവിക്കും? പിസ്റ്റൺ അപ്പും ഡൗൺ ആയിട്ടും അപ്പായിട്ടും ഡൗൺ ആയിട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിസ്റ്റൺ ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ത്രൂ ദ ഇൻലെറ്റ് വാൾവ് ദ എയർ വിൽ എൻ്റർ ടു ദ സിലിണ്ടർ. അതായത് പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ സിലിണ്ടറിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലേക്ക് എന്ത് ചെയ്യും? എയർ കയറും. ആൻഡ് ഡ്യൂറിംഗ് ദ അപ്വേർഡ് മോഷൻ ഓഫ് പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഇൻലെറ്റ് എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലുള്ള ആ സിലിണ്ടറിനുള്ളിലുള്ള എയർ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. ആ കംപ്രസ് എയർ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വയ്ക്കും. ആൻഡ് ബൈ യൂസിങ് ദിസ് കംപ്രസ്ഡ് എയർ ടർബൈൻ വിൽ ബി ദർ. സോ ദിസ് എയർ ടർബൈൻ വിൽ വർക്ക് ബൈ ദിസ് കംപ്രസ്ഡ് എയർ. ഈ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് എയർ ടർബൈൻ വർക്ക് ചെയ്യും. ആ എയർ ടർബൈൻ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും? ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു എ ജനറേറ്റർ. സോ ദാറ്റ് ജനറേറ്റർ വിൽ പ്രൊഡ്യൂസ് ഓർ ദാറ്റ് വിൽ ജനറേറ്റ് ഇലക്ട്രിസിറ്റി. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. വേണമെങ്കിൽ ഒന്നുകൂടി വായിക്കാം. Make use of vertical motion of water. It is using the vertical motion of water and square floats will move up and down with water. And for large underwater flotation tank will be there which will stabilize that. And a piston is attached to the float and cylinder is attached to the stationary platform. The downward motion of piston draws air into the cylinder through inlet valve, and the air compressed by the upward motion of piston, and the compressed air is supplied to the underwater flotation tank which will act as the storage tank, and air turbine will run by this compressed air and which will generate electricity. ഇതാണ് എന്തിനെ പറ്റി പറയാനുള്ളത്? ഫസ്റ്റ് വൺ ആയിട്ടുള്ള വേവ് എനർജി കൺവേർഷൻ ബൈ ഫ്ലോട്ട്സിനെ പറ്റി പറയാനുള്ളത്. ഇനി അതിൽ രണ്ട് ടൈപ്പും കൂടിയുണ്ട്. മറ്റൊരെണ്ണത്തിനാണ് ഹൈ ലെവൽ റിസർവോയർ വേവ് മെഷീൻ എന്ന് പറയുക. ഇതും ആ ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതും വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് ആൾസോ യൂസിങ് ദ വെർട്ടിക്കൽ മോഷൻ ഓഫ് വാട്ടർ. വാട്ടറിന്റെ വെർട്ടിക്കൽ മോഷനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ പിക്ചർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും. ഈ പിക്ചറിൽ ഏറ്റവും താഴെ ഒരു ഇൻലെറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് അത് എന്ത് കയറുന്നതാണ്? വെള്ളം ഉള്ളിലേക്ക് വരുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെയും ഒരു കോമ്പോസിറ്റ് പിസ്റ്റൺ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ മുകളിലേക്ക് പോകുമ്പോൾ ഈ കോമ്പോസിറ്റ് പിസ്റ്റണും എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് വിൽ മേക്ക് ദ യൂസ് ഓഫ് വെർട്ടിക്കൽ മോഷൻ ഓഫ് വാട്ടർ. During the upward motion of water, composite piston will move upward and pressurized water is elevated into a natural or artificial reservoir near to the sea. അതായത് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു കോമ്പോസിറ്റ് പിസ്റ്റൺ ഉണ്ട്. അപ്പോൾ ആ കോമ്പോസിറ്റ് പിസ്റ്റൺ എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ചേംബറുണ്ട്. അതായത് ആ ചെക്ക് വാൾവ് എന്ന് എഴുതിയതിൻ്റെ തൊട്ട് താഴെ ആ ചേംബറുണ്ട്. ആ ചേംബറിൽ ഒരു ഇൻലെറ്റും ഉണ്ട്, ഒരു ഡിസ്ചാർജും ഉണ്ട്. അപ്പോൾ സംഭവിക്കുക, ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വാട്ടർ ഉള്ളിലേക്ക് വരാനുള്ളതാണ്. ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വാട്ടർ പുറത്തേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഈ കോമ്പോസിറ്റ് പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻലെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ഇൻലെറ്റ് ഉള്ളിലേക്ക് മാത്രം വരാനേ പറ്റുള്ളൂ. അപ്പോൾ കോമ്പോസിറ്റ് പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു വാട്ടർ ഉണ്ടാവും. ആ വാട്ടർ എന്താവും? ഹൈലി പ്രഷറൈസ്ഡ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുക? ഭയങ്കര പ്രഷർ വരുന്നത് കൊണ്ട് ആ വാട്ടർ ഇതിൽ കൂടി പോകും. ഈ ഡിസ്ചാർജ് എന്ന് പറയുന്ന ആ
ട്യൂബിൽ കൂടി അപ്പുറത്ത് വെച്ചിരിക്കുന്ന ഒരു റിസർവോയർ എന്ന് വെച്ചാൽ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ടൈറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് എന്തെങ്കിലും സാധനം എടുത്തു വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം. അതായത് ഇവിടെ ഈ വാട്ടർ എടുത്തു വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിസർവോയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോമ്പോസിറ്റ് പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ നല്ല പ്രഷറൈസ്ഡ് ആവും. അതായത് ഒരു സാധനം മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഉള്ള സാധനത്തിന്, ഒരു സാധനം മുകളിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ ആ ചേമ്പറിൻ്റെ ഉള്ളിലുള്ള സാധനത്തിന് പുറത്തേക്ക് പോയേ പറ്റൂ. അപ്പോൾ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇൻലെറ്റ് വാൾവിൽ കൂടി ഒരിക്കലും പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഈ ഡിസ്ചാർജ് വഴി പുറത്തേക്ക് പോയിട്ട് എന്ത് സംഭവിക്കും, ആ വാട്ടർ പോയിട്ട് ആ റിസർവോയറിൻ്റെ ഉള്ളിൽ കയറും. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, താഴേക്ക് പോകുമ്പോൾ എന്താ, ഈ ഡിസ്ചാർജ് വഴിയല്ല സംഭവിക്കുക, ഇൻലെറ്റ് വാൾവിൽ കൂടി എന്ത് ചെയ്യും, സമുദ്രത്തിലെ വെള്ളം മുഴുവൻ എവിടേക്ക് കയറും, ഈ ചാമ്പറിൻ്റെ ഉള്ളിലേക്ക് കയറും. കോമ്പോസിറ്റ് പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ വീണ്ടും കോമ്പോസിറ്റ് പിസ്റ്റൺ മുകളിലേക്ക് പോകും. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ഡിസ്ചാർജ് ട്യൂബ് വഴി വീണ്ടും എവിടെ, ആ റിസർവോയറിലേക്ക് വാട്ടർ കയറും. ഒന്നും കൂടി ആ ഇൻലെറ്റ് എന്ത് ചെയ്യും, കോമ്പോസിറ്റ് പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഇൻലെറ്റ് വഴി വാട്ടർ ആ ചേമ്പറിൻ്റെ ഉള്ളിൽ കയറും. അതിനുശേഷം കോമ്പോസിറ്റ് പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ആ ചേമ്പറിൻ്റെ ഉള്ളിലുള്ള വാട്ടർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് വഴി താഴേക്ക് പോയി പുറത്തേക്ക് പോയിട്ട് ആ റിസർവോയറിലെത്തും. അതായത് ഈ മോഷൻ മൂലം എന്താ സംഭവിക്കുക, കുറച്ച് വേവുകൾ വന്നു പോയി നോക്കുമ്പോൾ ഈ കോമ്പോസിറ്റ് പിസ്റ്റന്റെ അപ്പ് മോഷനും ഡൗൺ മോഷനും മൂലം എന്ത് സംഭവിക്കും, ഈ റിസർവോയറിൻ്റെ ഉള്ളിൽ മുഴുവൻ വാട്ടർ വന്ന് കയറും. അപ്പോൾ ഇങ്ങനെ ഈ ഹൈറ്റിലുള്ള വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടർബൈൻ കറക്കാം. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. സോ ഇറ്റ് വിൽ യൂസ് ദ വെർട്ടിക്കൽ മോഷൻ ഓഫ് വാട്ടർ. During upward motion of water, composite piston will move upward and the pressurized water is elevated to a natural or artificial reservoir near to the seashore. ഇങ്ങനെ പറഞ്ഞാലും മതി, ദ വാട്ടർ ഈസ് എലിവേറ്റഡ് ടു എ റിസർവോയർ എന്ന് പറഞ്ഞാലും മതി. ഒന്നെങ്കിൽ നാച്ചുറൽ റിസർവോയർ ആയിരിക്കാം, അതായത് അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഒരു കുഴി എന്തെങ്കിലും ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ആയിരിക്കും, അതായിരിക്കും നാച്ചുറലോ ആർട്ടിഫിഷ്യലോ ആയിട്ടുള്ള റിസർവോയറിൽ എന്ത് ചെയ്യും, നിയർ ടു സീഷോറിന്റെ അടുത്തുള്ളത്. And the water in the reservoir is made to flow through a turbine coupled with electric generator. അപ്പോൾ എന്താ, ഈ റിസർവോയറിലുള്ള വാട്ടർ എന്ത് ചെയ്യും, ഒരു ടർബൈൻ കൂടി കടന്നു പോകാൻ അനുവദിക്കും. ആ ടർബൈൻ വിൽ ബി coupled to the electric generator, so we can generate the electricity. And it is the third type of wave energy conversion device, that is dolphin type wave power machine. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതുവരെ ഉപയോഗിച്ച രണ്ട് മെഷീനും എന്തായിരുന്നു, വെർട്ടിക്കൽ മോഷൻ മാത്രമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ബട്ട് ഇവിടെ രണ്ട് തരത്തിലുള്ള എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഇറ്റ്സ് കൺസിസ്റ്റ്സ് ഓഫ് എ ഡോൾഫിൻ, എ കണക്റ്റിംഗ് റോഡ് ആൻഡ് എ ഫ്ലോട്ട്, ദെൻ എൻ ഇലക്ട്രിക് ജനറേറ്റർ. ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ഡോൾഫിൻ എന്ന് പറയുക. കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്ന ആ ഡോൾഫിനെ ഇപ്പുറത്തൊരു ഫ്ലോട്ട് ഉണ്ട്. ഫ്ലോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഫ്ലോട്ട് ചെയ്യാന്ന് വെച്ചാൽ പൊന്തിക്കിടക്കുക. അപ്പോൾ ഫ്ലോട്ട് എന്ന് പറയുന്നത് വെള്ളം എവിടെ കിടക്കുക അത്രയും പൊന്തിക്കിടക്കും. വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ ഫ്ലോട്ട് താഴേക്ക് വരും, വെള്ളം പൊന്തിക്കഴിഞ്ഞാൽ ഫ്ലോട്ട് മുകളിലേക്ക് പോകും. അതിനാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുക. ആ ഡോൾഫിനെയും ഫ്ലോട്ടിനെയും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കണക്റ്റിംഗ് റോഡും കൂടി അവിടെയുണ്ട്. ഇത് രണ്ട് തരത്തിലുള്ള മോഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വെള്ളം താഴേക്ക് പോകുമ്പോൾ ഫ്ലോട്ട് താഴേക്ക് പോകും, വെള്ളം മുകളിലേക്ക് പോകുമ്പോൾ ഫ്ലോട്ട് മുകളിലേക്ക് പോകും. സോ ദാറ്റ് ഈസ് ദ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ ഓഫ് ഫ്ലോട്ട് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫ്ലോട്ട് ആൻഡ് കണക്റ്റിംഗ് റോഡ്. അപ്പോൾ ഇറ്റ് ഈസ് യൂസിങ് ദ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ ഓഫ് ഫ്ലോട്ട്. പിന്നെ മറ്റൊരെണ്ണം എന്ത് പറയാം, ഈ കണക്റ്റിംഗ് റോഡ് ഡോൾഫിനുമായി കണക്ട് ചെയ്തിരിക്കുന്നിടത്തൊരു ഫൾക്രം ഉണ്ട്, അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡ് ഫ്ലോട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ഫൾക്രം ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ ഫ്ലോട്ട് മുകളിലോട്ടും താഴോട്ടും പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഈ കണക്റ്റിംഗ് റോഡ് എന്ത് ചെയ്യും, ദാറ്റ് വിൽ അണ്ടർഗോ എ റൊട്ടേഷൻ മോഷൻ, അല്ലേ, റൊട്ടേഷൻ മോഷൻ പോകും. അതായത് മുകളിലേക്ക് പോകും താഴേക്ക് പോകും, മുകളിലേക്ക് പോകും താഴേക്ക് പോകും. അതായത് അവിടെ ആ കണക്റ്റിംഗ് റോഡിന് അവിടെ ഒരു എന്തും ഉണ്ടാവും, റൊട്ടേഷണൽ മോഷനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡോൾഫിൻ, ഫ്ലോട്ട്, കണക്റ്റിംഗ് റോഡ് ആൻഡ് ഇലക്ട്രിക് ജനറേറ്റർ. ദിസ് ഡിവൈസ് യൂസ് ഫ്ലോട്ട് വിച്ച് ഹാസ് ടു മോഷൻ. ആ ഫ്ലോട്ടിന് രണ്ട് തരത്തിലുള്ള മോഷൻ എന്ന് പറയാം. വൺ ഈസ് ദ റിവോൾവിംഗ് മോഷൻ ഓഫ് ഫൾക്രം ഓഫ് കണക്റ്റിംഗ് റോഡ് ആൻഡ് ഫ്ലോട്ട്. അതായത് ഈ കണക്റ്റിംഗ് റോഡും ഫ്ലോട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഫൾക്രം എന്ന് പറയുന്നത് രണ്ടും കൂടി നാവിജാഗിരി, അവിടെ എന്തുണ്ട്, അതുമൂലം എന്തുണ്ട്, അതിനൊരു റിവോൾവിംഗ് മോഷൻ ഉണ്ടാകുന്നുണ്ട്, അല്ലേ. റിവോൾവിംഗ് മോഷൻ എന്ന് വെച്ചാൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് ആ ഫ്ലോട്ട് ആ കണക്റ്റിംഗ് റോഡിന്റെ പോയിന്റിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റിവോൾവ് ചെയ്യും. ആ റിവോൾവ് ചെയ്യുന്നതിന് മൂലം അല്ലെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇളകിക്കൊണ്ടിരിക്കുക, ആ റിവോൾവ് ഉണ്ടാവും, ദാറ്റ് റിവോൾവിംഗ് മോഷൻ. ആൻഡ് അനദർ വൺ ഈസ് Another one is the vertical motion of float due to the motion of fulcrum attached to the connecting rod and dolphin. അപ്പോൾ ഈ കണക്റ്റിംഗ് റോഡിന് ഡോൾഫിനുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഭാഗം എന്ത് ചെയ്യും, അവിടെയും ഈ വേവ് മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ആ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും, ഈ ഫ്ലോട്ട് ടോട്ടലി
ഫ്ലോട്ടിൻ്റെ അപ്വേർഡ് മോഷനും ഡൗൺവേർഡ് മോഷനും ഉണ്ടാവും. സോ ദർ ആർ 2 types of motions are there. One is the revolving motion of fulcrum of connecting rod and float. Another one is vertical motion of float due to the motion of fulcrum attached to the connecting rod and dolphin. അപ്പോൾ ഡോൾഫിനും കണക്റ്റിംഗ് റോഡും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഫൾക്രത്തിന്റെ മൂവ്മെന്റ് മൂലം വാട്ടറിനനുസരിച്ച് ആ ഫൾക്രം മൂവ് ചെയ്യുന്നതുകൊണ്ട് ഫൾക്രത്തിന്റെ മൂവ്മെന്റ് മൂലം എന്തുണ്ടാവുന്നു, ഈ ഫ്ലോട്ട് ഓൾറെഡി വെർട്ടിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. അടുത്ത എന്താണ്, റിവോൾവിംഗ് മോഷൻ ഓഫ് ഫൾക്രം ഓഫ് കണക്റ്റിംഗ് റോഡ് ആൻഡ് ഫ്ലോട്ട്. അപ്പോൾ ഈ ഫൾക്രത്തിന്റെ കണക്റ്റിംഗ് റോഡിന്റെയും ഫ്ലോട്ടിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു റിവോൾവിംഗ് മോഷൻ. And what is happening? These movements are amplified and converted to continuous rotary motion that drives the generator by gears. അപ്പോൾ ഈ മോഷൻ എന്ത് ചെയ്യും, ഈ എല്ലാ രണ്ട് മോഷനും ഒരു റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യും. അത് ആംപ്ലിഫൈ ചെയ്യും, ഗിയറോ ബെൽറ്റോ ഒക്കെ വെച്ച് ആംപ്ലിഫൈ ചെയ്യും. ഗിയറും ബെൽറ്റും ഒക്കെ എന്താണെന്ന് നമ്മൾ വിൻഡ് എനർജിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് ദിസ് വിൽ ഗെറ്റ് ആംപ്ലിഫൈഡ് ആൻഡ് ദിസ് rotary motion can drive a generator and that generator is ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ മോഷൻ ഒരു ജനറേറ്ററായിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ആ ജനറേറ്റർ എന്ത് ചെയ്യും, ദാറ്റ് ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഇതാണ് ഡോൾഫിൻ ടൈപ്പ് വേവ് പവർ മെഷീൻ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ 3 തരത്തിലുള്ള വേവ് എനർജി കൺവേർഷൻ ഡിവൈസ് ആണ് പറഞ്ഞത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് വേവ് എനർജി കൺവേർഷൻ ബൈ ഫ്ലോട്ട്സ്, വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് വേവ് എനർജി ഹൈ ലെവൽ റിസർവോയർ വേവ് മെഷീൻ. ഇത് രണ്ടും വെർട്ടിക്കൽ മോഷൻ ഓഫ് വാട്ടർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡോൾഫിൻ ടൈപ്പ് വേവ് പവർ മെഷീൻ. ഇത് 3മാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് റിന്യൂവബിൾ ആണ്, എല്ലാത്തിൻ്റെയും കേസ് പോലെ തന്നെ ഇറ്റ് ഈസ് റിന്യൂവബിൾ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് ദ എനർജി ഈസ് മോർ കോൺസെൻട്രേറ്റഡ് ദാൻ സോളാർ ആൻഡ് വിൻഡ് എനർജി കൺവേർഷൻ ഡിവൈസസ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, സോളാർ എനർജിനേക്കാളും വിൻഡ് എനർജിനേക്കാളും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്താണ്, പവർ ഡെൻസിറ്റി കൂടുതലാണ് എന്തിൻ്റെ കേസിൽ, ഈ വേവ് എനർജിയുടെ കേസിൽ. സോ ദിസ് എനർജി ഈസ് മോർ കോൺസെൻട്രേറ്റഡ് ദാൻ സോളാർ ആൻഡ് വിൻഡ് എനർജി കൺവേർഷൻ ഡിവൈസ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല എഫിഷ്യൻസി ആയിരിക്കും, കൂടുതൽ ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അനദർ വൺ ഈസ് ദാറ്റ് വേവ് പവർ ഡിവൈസ് ഡു നോട്ട് യൂസ് ലാർജ് ലാൻഡ് ഏരിയ ലൈക്ക് വിൻഡ് ആൻഡ് സോളാർ. അതായത് വിൻഡിനോ സോളാറിനോ വിൻഡ് എനർജി കൺവേർഷൻ ഡിവൈസോ സോളാറോ ഒക്കെ സോളാറിന്റെ പാനലോ ഒക്കെ സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ലാൻഡ് ഏരിയ നമുക്ക് വേണ്ടി വരും. പക്ഷെ ഇവിടെ വലിയ ലാൻഡ് ഏരിയ വേണ്ടി വരില്ല. ഒന്നാമത് ഇത് സീഷോറിന്റെ അടുത്താണ്, അതുകൊണ്ട് വലിയൊരു ലാൻഡ് ഏരിയ, നമ്മുടെ യൂസ്ഫുൾ ലാൻഡ് ഒരുപാട് യൂസ് ചെയ്യാനുള്ള സാധ്യതയില്ല. അത് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ദീസ് ഡിവൈസ് ആർ പൊല്യൂഷൻ ഫ്രീ ആൻഡ് ഡു നോട്ട് കോസിങ് എനി ക്ലൈമറ്റ് ചേഞ്ച്. അതായത് ഇത് പൊല്യൂഷൻ ഫ്രീ ആണ്, കാര്യമായിട്ട് ഗ്യാസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നുമില്ല. മറ്റേ പെട്രോളിയത്തിനെ പോലെ ഗ്യാസ് ഒന്നും പോയിസണസ് ഗ്യാസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല. ആൻഡ് ദ ഡിവൈസ് റിമൂവ് എനർജി ഫ്രം വേവ് ആൻഡ് ലീവ് ദ വാട്ടർ ഇൻ ദ കാം സ്റ്റേറ്റ് ഓഫ് സീ. അതായത് ഇതെന്താ ചെയ്യുക, ഇത് വേവിൽ നിന്ന് കുറച്ച് എനർജി എടുക്കുന്നു, പിന്നെ തിരിച്ച് എന്ത് ചെയ്യുന്നു, ആ സീയിലേക്ക് അതിനെ തിരിച്ചു വിടുന്നു. അതായത് ഇതൊന്നും എടുക്കുന്നോ പുറത്തേക്ക് വിടുന്നോ അങ്ങനെയൊന്നുമില്ല. വേവിൽ നിന്ന് എനർജി എടുക്കുന്നു, തിരിച്ച് വേവിനെ കാം സ്റ്റേറ്റ് ഓഫ് സീയിലേക്ക് തിരിച്ചു വിടുന്നു. അപ്പോൾ അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിക്ക് ദൂഷ്യകരമായ കാര്യമായിട്ടൊന്നും ഇത് ചെയ്യുന്നില്ല. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് വേവ് എനർജി കൺവേർഷൻ ഡിവൈസസ് ആൻഡ് വി ക്യാൻ ഗോ ത്രൂ ഡിസ്അഡ്വാൻറ്റേജ്. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, one is it is energy is available in ocean since the device operate at marine environment, so they require high construction and maintenance cost. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഒട്ടക്കിലൊക്കെ ഉള്ള ഒരു പ്രശ്നമായിരുന്നു. ഒന്നെന്താ, എനർജി എന്തിലാണ്, ഓഷ്യനിലാണുള്ളത്. അപ്പം നമുക്കിത് കൊണ്ടുപോയിട്ട് ഓഷ്യനിലാണ് ഈ പറഞ്ഞ എല്ലാ സാധനവും കൊണ്ടുപോയി സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ടപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെയധികമായിരിക്കും. ഓഷ്യനിൽ സ്ഥാപിക്കുമ്പോൾ ഉപ്പുവെള്ളമാണ്, പെട്ടെന്ന് കേടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റും സംവാട്ട്ലി ഹൈ ആണ്. അതാണ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഇറഗുലാരിറ്റി ഇൻ ആംപ്ലിറ്റ്യൂഡ്, ഫേസ് ആൻഡ് ഡയറക്ഷൻ മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എക്സ്ട്രാക്ട് പവർ എഫിഷ്യൻസി. ഒന്ന് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ്ലി, ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ വേവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടായിക്കോണമെന്നില്ല. അതിന്റെ ഡിറക്ഷനും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറാം. അതുകൊണ്ട് ഒരു എഫിഷ്യൻ്റ്ലി എക്സ്ട്രാക്ട് ചെയ്യുന്നതിന്, ചെറിയ പവർ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് എന്നും ഒരേ വേവ് എനർജി ആയിരിക്കില്ല ഇത് കിട്ടിക്കൊണ്ടിരിക്കുക. അതായത് ഇത് ഇറഗുലർ ആണ്, ഇതാണ് പ്രശ്നം. പിന്നെ ദ പവർ എക്സ്ട്രാക്ഷൻ സിസ്റ്റം മേ എക്സ്പോസ് ടു ഒക്കേഷണൽ എക്സ്ട്രീം സ്റ്റോമി കണ്ടീഷൻ ലൈക്ക് സുനാമി. അതായത് ഈ പറഞ്ഞ പവർ എക്സ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയുള്ള ഹയർ ലെവൽ വേവ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ എനർജി നമുക്ക് കിട്ടും. പക്ഷെ വലിയൊരു സുനാമി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനമൊക്കെ കേടായിപ്പോയി, സാധനമൊക്കെ അടിച്ചു പോകും അല്ലേ. അപ്പോൾ എന്താണ്, ഈ എക്സ്ട്രീം കണ്ടീഷൻസ്, എക്സ്ട്രീം സ്റ്റോമി കണ്ടീഷൻസ് വരുമ്പോൾ ഈ പറഞ്ഞ കേസിൽ പവർ എക്സ്ട്രാക്ഷൻസ് ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല ഈ സാധനം എന്താവും ചെയ്യും, കേടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താ, ദ പവർ എക്സ്ട്രാക്ഷൻ സിസ്റ്റം മേ ബി എക്സ്പോസ് ടു ഒക്കേഷണൽ എക്സ്ട്രീം condition like tsunami.
പിന്നെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ട്രാൻസ്മിറ്റ് പവർ ഫ്രം ഓപ്പൺ സീ ടു ഷോർ. അതായത് ഇത് ഉണ്ടാകുന്നത് എവിടെയാണ്? സീയിലാണ്. സീയിൽ നിന്ന് എങ്ങോട്ടേക്ക് വേണം? ഷോറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ പവർ ട്രാൻസ്മിഷൻ ഇഷ്യൂസ് ഉണ്ട്. ഇത് നമ്മൾ ഒട്ടക്കിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരെണ്ണം പറയുന്നത് ഓൺ ഷോർ വേവ് എനർജി ഡിവൈസ് ഇൻസ്റ്റലേഷൻ മേ ചേഞ്ച് വിഷ്വൽ ലാൻഡ്സ്കേപ്പ് ആൻഡ് ഓഷ്യൻ ഫ്രണ്ട് വ്യൂ. അതായത് ഈ പറഞ്ഞ വേവ് എനർജി കൺവേർഷൻ ഡിവൈസ് ഒക്കെ ഈ ഷോറിൻ്റെ അടുത്ത് കൊണ്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് കടലിനെ വൃത്തിയായിട്ട് കാണാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ആ വിഷ്വൽ ലാൻഡ്സ്കേപ്പിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുപോലെ ഓഷ്യൻ്റെ ഫ്രണ്ട് വ്യൂ, ഓഷ്യൻ വൃത്തിയായിട്ട് കാണാൻ പറ്റില്ല. അതായത് നമ്മുടെ ടൂറിസത്തെയൊക്കെ ചിലപ്പോൾ അത് ബാധിച്ചു എന്ന് വരാം. അതായത് ആൾക്കാർ വന്ന് വൃത്തിയായിട്ട് കടൽ കാണാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കടൽ കളിക്കാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടെങ്കിൽ തിരമാലകളുടെ അടുത്തേക്ക് പോകുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അത് മറ്റൊരു ഇഷ്യൂസാണ്. പിന്നെ ദിസ് ഡിവൈസ് മേ കോസ് ഡിസ്റ്റർബൻസ് ടു മറൈൻ ലൈഫ്. ഇതിൽ സാധാരണ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് വേവ് എനർജി, പിന്നെ സോഴ്സ് ഓഫ് എനർജി ഇൻ വേവ്സ് ആൻഡ് ഡിസ്കസ് ദ മെത്തേഡ് ഓഫ് കൺവേർട്ടിംഗ് വേവ് എനർജി ടു മെക്കാനിക്കൽ എനർജി. അതിലേതെങ്കിലും ഒരു മെത്തേഡ് ഡിസ്കസ് ചെയ്യുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് വേവ് എനർജി കൺവേർഷൻ യൂസിങ് ഫ്ലോട്ട്സ്. അപ്പോൾ ഫ്ലോട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് വേവ് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും നിങ്ങൾ 3 മെത്തേഡും പഠിക്കുക, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും പഠിക്കുക, അതിൻ്റെ ഡിസഡ്വാൻറ്റേജും പഠിക്കുക. ഇപ്പോൾ 3 മെത്തേഡ്സ് പഠിക്കുമ്പോൾ വിത്ത് ഡയഗ്രാം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.